സന്തോഷമായി അപ്പച്ചന്. സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയല്ലോ. കിട്ടുന്ന ശമ്പളമൊക്കെ ഇങ്ങനെ തൂർത്തടിച്ചേക്കരുത്. രണ്ടുപേരോടും കൂടാ പറയുന്നത്. അയ്യോ അമ്മച്ചി, അത് ആദ്യം ശമ്പളം കിട്ടിയപ്പോ കുറച്ച് ഡ്രസ്സ് എടുത്തതേ ഉള്ളൂ. ഇനി അതൊന്നും ഉണ്ടാവില്ല. എടി പറഞ്ഞു കേട്ടല്ലോ, ഇനി അടുത്ത സാലറി കിട്ടുമ്പോ നിനക്ക് ചുരിദാറും കീഴ്താറും ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ ചുരിദാർ വേണമെന്ന്. ഇച്ചന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു കേബിൾ കണക്ഷൻ മാത്രം മതിയെന്ന്. അപ്പുറത്തെ ജ്യോതിയുടെ വീട്ടിൽ പോയിരുന്ന ഇപ്പൊ ഞാൻ ഇച്ചന്റെ പ്രോഗ്രാം കാണുന്നത്. ഏതെങ്കിലും കേബിളുകാരോട് പറഞ്ഞ് എടുപ്പിച്ചോ? മോള് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റോ? അല്ല, നീ വീട്ടിൽ പോയോ? ഇല്ല, സജ്ജോട് വരുന്നെന്ന് പറഞ്ഞു. എനിക്കും മതി. ഞാൻ വേണ്ടിട്ടോട്ടെ പപ്പ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്തോ പണ്ടത്തെ പോലെ കപ്പാസിറ്റി ഇല്ല. വയറങ്ങ് നിറഞ്ഞു. ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ നിന്റെ വയറ്റില് മാത്രമല്ല, മനസ്സിലും ഗ്യാസാ. മതി അങ്ങ് എഴുന്നേറ്റ് പോടാ. ഇതൊന്നും ആയില്ല മോളെ. അതെ, എത്രയാകാന്ന് എനിക്കറിയാം. കൊറേ നാളെ കാണുന്നല്ലേ. ഇപ്പൊ ഇത്രയും വേണോ? അപ്പൊ ഇത്ര തരൂ. അതെ. ഇനി പപ്പ എന്താ കണ്ണടച്ചേ? കണ്ണടയ്ക്ക് പപ്പ. എന്തിനാ? കണ്ണടയ്ക്ക്. ഇനി കൈ നീട്ടിയേ. കൈ നീട്ട്. ഇനി കണ്ണു തുറന്നേ. ഇതെന്താന്നറിയോ? എന്റെ ആദ്യത്തെ ശമ്പളം. ഇത് നിന്റെ മമ്മിയെ ഏൽപ്പിച്ചാ മതി. അവളാ കാശിന്റെ ആള്. ഞാൻ ഇറങ്ങട്ടെ സജി, രണ്ടുപേരിൽ ഒരാൾക്കേ കൺഫർമേഷൻ ഉള്ളൂന്ന് അങ്കിളിന് അറിയാം. മേനോൻ പറഞ്ഞു. നിങ്ങൾക്ക് സൗഹൃദത്തിനപ്പുറം ചില മോഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഈ സംഭവത്തിന്റെ പേരിൽ നിങ്ങൾ രണ്ടാളും ഉഴപ്പരുത്. ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടട്ടെ, അതിനുവേണ്ടി അധ്വാനിക്കണം. ആ കമ്പനിയിൽ ഇനിയും വേക്കൻസി വരുമല്ലോ. മേനോനുള്ളിടത്തോളം കാലം രണ്ടാമതൊരാൾക്ക് കൂടി ജോലിക്ക് പ്രയാസം ഉണ്ടാവില്ല. ഞാൻ പറയാം. ആ പാവം കുട്ടി തല കുത്തി വീട്ടെ. എടി കള്ളി ഇറങ്ങി വാടി. കള്ളി നിന്റെ അമ്മ. അമ്മയ്ക്ക് പറഞ്ഞ പല്ലടിച്ചളക്കും ഞാൻ. എന്നങ്ങോട്ട് കേറി വാടോ. ആഹാ, എനിക്കിനി ഒന്നും നോക്കാനില്ല. അങ്ങനെ പറയാതെടി, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. കേറണ്ടെന്നാ പറഞ്ഞത്. ഞാൻ എറിയാം. അയ്യോ, അത് ഡമ്മിയാടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആകെ കുളമായെന്നാ തോന്നുന്നേ. എസ് ഐ അദ്ദേഹം വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങാതെ മതി. ഇറങ്ങി വാ. എന്താ? അതെ, എടുത്തിടത്തോളം മതി. ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അവളെങ്ങനെ താഴെ ഇറക്കുക? നീ വാ. എടി കാർത്തിയാനി, 10 100 വേണമെങ്കിൽ കൂടുതൽ തരാം. നീ താഴേക്ക് ഇറങ്ങ്. നീ പോടാ. കാർത്തിയാനി, നീ തമാശകളാ. ദേ ഇങ്ങോട്ട് ചാട്. ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചോളാം. അങ്ങനെ പിടിക്കോ? ചേട്ടാ, അവൾ ഓടെടുത്തു. നീ പേടിക്കണ്ട, അത് ഡമ്മിയാടാ. എന്നാ ഇത് ആദ്യം പിടിക്കേ. അയ്യോ, ഡമ്മിയല്ലടാ, ഒറിജിനലാ ഇത്. ഇത് നമ്മുടെ കൈ വിട്ട് പോയെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ വലിഞ്ഞോ. ഇതെങ്ങനെയാണ് നീ ഇതിന്റെ മുകളിൽ കയറിയത്? ഞാൻ കേറിയതല്ല. ഈ മത്തങ്ങത്തലേ ഈ ചക്കര കൂടി എന്നെ പിടിച്ച് കയറ്റിയതാ. നീ അല്ലടാ 1000 ഉലുവ തന്നോണ്ട് മോളി കയറാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ കുത്തി കയറ്റി ഞാൻ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ പെങ്ങളാ. ഇവക്ക് വട്ടാ. ആണോ? നമുക്ക് മുങ്ങാം. എടി കാറ്റാനി, നീ കൂടെ ഇറങ്ങി വാ. ഇറങ്ങി വരാൻ. എനിക്ക് താഴേക്ക് ചാടണം. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇല്ല, ഞാൻ ഇറങ്ങില്ല. പറയുന്ന കേൾക്ക് താഴോട്ട് ഇറങ്ങി വരാൻ. എ വണ്ടർഫുൾ പ്രോഗ്രാം. ഒരു എക്സ്ക്ലൂസീവ് ടെലികാസ്റ്റിന് പറ്റിയത്. താങ്ക് യു സർ. പക്ഷെ ഇതിനേക്കാൾ വണ്ടർഫുൾ ആയ മറ്റൊരു പ്രോഗ്രാം എനിക്ക് കിട്ടി. മിസ് മായ തയ്യാറാക്കിയത്. ഞാൻ തയ്യാറാക്കിയതോ? അല്ല, ഞാൻ തയ്യാറാക്കിയതാ. സാധനം ഡൈനാമിറ്റാ. അതിന്റെ ക്രെഡിറ്റ് മായയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതി. മായയുടെ ക്രെഡിറ്റ് എന്റെയും കൂടെയല്ലേ. എന്നായാലും നമ്മൾ ഇവിടുത്തെ സ്റ്റാഫായി കഴിയേണ്ടവരല്ലേ.
കണ്ടോടാ, ഞാൻ നേരിട്ട് കാണുന്നതിൽ സുന്ദരനല്ലേ? നോക്കി, നിന്നെ കാണാനും കുഴപ്പമൊന്നുമില്ല. ഇവളുണ്ടായതില്ലേ? എന്ത് പണ്ടാറ പ്രോഗ്രാം ഇവര് കവർ ചെയ്തിരിക്കണേ. നിങ്ങൾക്ക് ചുളിവില് കുറച്ച് കാശും കിട്ടും, ഞങ്ങൾക്ക് അതൊരു ക്രെഡിറ്റും ആവും. ഒരു പക്ഷി രണ്ട് പക്ഷി. ഏതായാലും നനഞ്ഞിറങ്ങിയതല്ലേ എന്റെ കാർത്തിയാനി, കുളിച്ചു കയറിയല്ലേ നല്ലത്. ആദ്യം നിങ്ങൾ പെരുമ്പുറത്ത് കയറാൻ പറഞ്ഞു, ഇപ്പൊ പറയുന്നു കുളിച്ചു കയറാൻ. ചേട്ടാ, ഇതാ GM വെങ്ങാനും അറിഞ്ഞാലോ? ആ GM തെണ്ടിയോട് പോവാൻ പറ. എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായേനെ. മായയും വയറ്റിലെയും നിങ്ങളുടെ പ്ലാനിങ് അങ്ങനെയും മനസ്സിലാക്കി ഇത് ഷൂട്ട് ചെയ്ത് എന്നെ കാണിച്ചത് ഭാഗ്യം. അതിപ്പോ ഇവര് ഷൂട്ട് ചെയ്ത് കാണിക്കാതിരുന്ന പോരെ? യു ഷട്ടപ്പ്. താൻ എന്തിനാ ഇതൊക്കെ കൂട്ടുന്നത്? അതെങ്ങനെ? തന്നെ കണ്ടല്ലേ പഠിക്കുന്നത്. സുബോധത്തോടെ ആയിരിക്കില്ലേ ചെയ്തത്. മദ്യപിച്ചു കഴിഞ്ഞാൽ തനിക്ക് പല പല തോന്നലുകളാ. ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ്. ഇതുപോലെ ഇനി എന്തെങ്കിലും ആവർത്തിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു വിടും. സാറ് കൂടുതൽ വരട്ടൊന്നും വേണ്ട. പറഞ്ഞു വിടുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞു വിട്. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച കാശ് കൊണ്ടുവന്നാലും ഞാൻ എന്റെ കുടുംബം പുലർത്തുന്നത്. നിർത്തണോ? എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. താങ്ക് യു സർ. മാറിയകടി. എന്താടാ കളിക്ക? അടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ വളരെ സൗകര്യമായി. അല്ലെങ്കിൽ എന്റെ മോന്തയുടെ ഷേപ്പ് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കും. ഈ സ്ഥാപനം നിന്റെ തന്തയുടെ വകയാ. തന്തയ്ക്ക് പറഞ്ഞാണ്ടല്ലോ. തന്തയ്ക്ക് പറഞ്ഞോ. പക്ഷെ എന്നെ ഒന്നും പറയരുത്. വല്ലതും പറയാനുണ്ടെങ്കിൽ ആ GM അടുത്ത് നേരിട്ട് പറഞ്ഞാൽ. ആ GM എന്നെ മൂക്കി പിടിച്ച് വലിച്ചു കയറ്റോ? എടാ, ഇവിടുന്ന് പോയാ ഒരു 100 ചാനലുകാരുണ്ട് എന്നെ കൊത്തിക്കൊണ്ട് പോകും. 100 ചീനല് ഈ ഉശിരൊന്നും GM മുമ്പിൽ കണ്ടില്ലല്ലോ. കാണിച്ചു തരാടാ. ആരടാ ഈ GM? ഇപ്പൊ ഇവിടുന്ന് ടൈം കെട്ടി ഇറങ്ങിപ്പോയാ ചെറ്റ. കുറെ നാളെ അവന് രണ്ട് കൊടുക്കണം വിചാരിച്ചിട്ട്. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എന്താ? എന്തോ? എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം. ഈ ജോലി പോയാൽ ഞാനും എന്റെ ഭാര്യയും 4 കുട്ടികളും പട്ടിണിയിലാവും. ആ പുതിയ ട്രെയിനികളുടെയും വൈറ്റയുടെയും മുന്നിൽ വെച്ച് സാറ് അങ്ങനെ പറഞ്ഞപ്പോ സങ്കടം കൊണ്ടാ ആ വിവേകമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി മേലെ അങ്ങനെ ഉണ്ടാവില്ല. കാല് പിടിക്കാണ് ഞാൻ. എന്നെ രക്ഷിക്കണം. പോടോ, പോ, പോ.